അപ്പോൾ ഇന്ന് നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭയങ്കര വിശപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു പഴംപൊരി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ആവി വറക്കുന്ന ചായയും നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ കടയിൽ ബാലൻസ് വന്ന കൊലയിലെ 3 പഴം ബാലൻസ് ഉണ്ട്. നേന്ത്രപ്പഴമാണ്. അതിപ്പോൾ അധികം ചീത്തയായിട്ടില്ല. നമ്മുടെ ഈ ചൂടിൻ്റെ ഇതുകൊണ്ട് എൻ്റെ സ്കിന്ന് ഇത്തിരി പെട്ടെന്ന് ബ്ലാക്ക് കളർ ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ നല്ല മഴയാണ്. അപ്പോൾ നല്ലൊരു പഴംപൊരിയും ചായയും ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. നമ്മളത് മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തു വെച്ച്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, മഴ ആയതുകൊണ്ട്. അപ്പോൾ അതിലോട്ട് ഇത്തിരി മൈദ, നമ്മളെല്ലാം ഈ ഷോപ്പിൽ നിന്ന്, ഷോപ്പുള്ളതുകൊണ്ട് ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ കുമ്പിളൊക്കെ. 3 പഴമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ ചേർത്തു. ഞാനെപ്പോഴും മൈദയും നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് നല്ലൊരു ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി കിട്ടും. നമുക്ക് അരിപ്പൊടി കുറച്ച് ബാലൻസ് കൂടെ ഇവിടെ എപ്പോഴും പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊടി തീർന്നുകൊണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മളിതിലോട്ടിട്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഫ്ലാഷ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടണം. പിന്നെ ഞാൻ നല്ല പഴുത്ത മധുരമുള്ള ആയതുകൊണ്ട് ഞാൻ ഇനി ഷുഗർ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒന്ന് ഉപ്പ് അത്രയ്ക്ക് വേണ്ടി വരില്ലെന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും. അപ്പോൾ എനിക്ക് ഒരു കൈ ഫോൺ പിടിക്കാനും ഒരു കൈ നമ്മൾ ഇതുണ്ടാക്കാനും കൂടി എടുക്കുന്നതുകൊണ്ട് ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മൾ നല്ല യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഫ്ലാഷ് ഓൺ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് വൈറ്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നത്. നല്ല യെല്ലോ ഷെയ്ഡാണ്. ഈ ഒരു പാകത്തിന് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ബ്ലാക്ക് എള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷോപ്പിലുണ്ട്. ഞാനിപ്പോൾ എന്തായാലും അത് എടുത്തിട്ടില്ല. നേന്ത്രപ്പം ഇതുപോലൊരു പ്ലേറ്റിലായിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫ്ലാഷ് ഇട്ട് എടുക്കുന്നത്. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. കുറച്ച് എണ്ണയേ ഉള്ളൂ. കടയിൽ നിന്ന് ഇനി എടുക്കണം. എണ്ണ ഇവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഴം കുറവായത് കൊണ്ട് തന്നെ ഞാൻ നീളത്തിലല്ല മുറിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറേ എണ്ണ അപ്പോൾ വേണ്ടി വരില്ലല്ലോ എന്ന് കരുതി കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് എന്തായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എൻ്റെ കയ്യിൽ കൈ ഇട്ടിട്ട് നോക്കി വീഡിയോ ഇതും കൂടി പിടിക്കുന്നതുകൊണ്ട് കൈ ശ്രദ്ധിച്ചില്ല ഞാൻ. നാളെ അറിയാം എന്താകും എന്തെന്നുള്ളത്. ഇത് ഞാൻ കുറച്ചുകൂടി ഇതിലും തിക്നെസ് കുറച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇത്തിരി തിക്നെസ്സോടെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒരു പഴം 4ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. 4എണ്ണം കിടക്കട്ടെ. ബാക്കി നമുക്ക് എണ്ണ എടുത്തുകൊണ്ട് വരാം. എണ്ണ എടുക്കാൻ പോകാൻ ടൈം കിട്ടിയില്ല കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഫസ്റ്റ് മറിച്ചിട്ടിട്ട് ഓടിപ്പോയി എടുക്കാം. ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് വട്ടിട്ട് ഏകദേശം സെറ്റാകാറായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. കുഴപ്പമില്ല കേട്ടോ, സെറ്റായിട്ടുണ്ട്. കൊടുത്തി കൂട്ടി വെച്ചേക്കാം. നൂല് മൊരിയട്ടെ അല്ലേ. എനിക്ക് ഇത്തിരി മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് ഇഷ്ടം. ഒരു നോക്കാം. ഈ അടുപ്പ് ഞാൻ പാലും ചായക്കുള്ളതും വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പഴംപൊരി 3ാമത്തെയാണ് കേട്ടോ. 2ാമത്തെ ഞാൻ സെറ്റാക്കിയായിരുന്നു. 3ാമത്തെയാണ് നമ്മുടെ പഴംപൊരി. കണ്ടോ അത് നല്ല പാത്രത്തിലൊക്കെ സൗണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തളർന്ന് കിടക്കുന്ന പഴംപൊരിയല്ല, നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനുള്ളിൽ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇഞ്ചി ചായയാണ് കേട്ടോ. രാവിലെ ആയാലും എപ്പോഴും നമ്മൾ ഇഞ്ചിയുടെ ചായയാണ് കൂടുതൽ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചായ ഇങ്ങനെ ചുറ്റിച്ച് തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ചായയുടെ ടേസ്റ്റ് കൂടുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് ടൈം ഒരു 2-3 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ കിടക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ തിളച്ച ഉടനെ പൊങ്ങുമ്പോൾ ഓഫ് ചെയ്യരുത്. അപ്പോൾ ചായയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഷുഗർ ഇത്തിരി നേരത്തെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഷുഗർ വളരെ കുറവ് മതി. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗറേ ഇടത്തുള്ളൂ. നേരത്തെ ഒട്ടും ഷുഗർ ഇടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി ഷുഗർ കഴിക്കാൻ തുടങ്ങിയത്. നടുവ് തിളയ്ക്കുന്നുണ്ട്. ഇതാണ് ഫ്ലാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞത്. ഫ്ലാഷ് ഓൺ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.
നന്നായിട്ട് അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പഴംപൊരിക്കുട്ടന്മാർ ഒരു സെറ്റ് കൂടി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ ഇത്. ചായ നമ്മളിങ്ങനെ ഒഴിച്ചിട്ടൊന്ന് അടിക്കണം. അടിക്കുമ്പോഴേ ഇത് ചായക്ക് നല്ല കളറാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ലൈറ്റ് ചായ പോലെ ഉണ്ട്. നല്ല കളറാണ്. ഇങ്ങനെ അടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് വരുമെന്നാണ് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ആദ്യം വറക്കുന്ന ചായയും നല്ല അടിപൊളിയായിട്ടുള്ള ചായയും നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ